Hi guys, welcome to Varana Race Malayalam YouTube channel. എൻ്റെ പേര് അതുല്യ. സോ നമ്മളിന്ന് SSC റെയിൽവേ റീസണിംഗ് സെക്ഷൻ്റെ ഒരു സ്പീഡ് മോക്ക് ആണ് പോകുന്നത്. സോ ഇത്രയും നാൾ നമ്മൾ പോയിട്ടുള്ള എല്ലാ ടോപ്പിക്സും ഉണ്ടായിരുന്നു അല്ലേ. നമ്മൾ നമ്പർ സീരീസ് പോയി, സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് പോയി. ഇനി നമുക്ക് എന്ത് ചെയ്യാമെന്ന് വെച്ചാൽ സാറ്റർഡേ ആയതുകൊണ്ട് നമുക്കൊരു ഫുൾ മോക്ക് പോകാം. കാരണം ലീവാണല്ലോ. ഈ ഒരു ലീവിൽ നമ്മളൊരു 7 ക്വസ്റ്റ്യൻസ് ഒരു 30 സെക്കൻഡ് ടൈമോട് കൂടിയാണ് നമ്മൾ തരുന്നത്. സോ ഓരോ 30 സെക്കൻഡിലും ഇത് ചെയ്ത് നോക്കാൻ ശ്രമിക്കുക. 30 സെക്കൻഡിനുള്ളിൽ തന്നെ ആ ടൈം ലിമിറ്റിനുള്ളിൽ തന്നെ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താ? നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഓക്കെ, സോ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഒരു കോഡിംഗ് ഡീകോഡിംഗ് ക്വസ്റ്റ്യൻ ആണ്. കുറച്ച് ടഫാണ്, ഒന്ന് ജസ്റ്റ് ചെയ്ത് നോക്കുക. സോ എല്ലാവർക്കും കിട്ടിയെന്ന് വിചാരിക്കുന്നു. നമുക്കൊന്ന് ചെയ്ത് നോക്കാം അല്ലേ. അപ്പോൾ YOUR നമുക്കിതിൻ്റെ നമ്പർ എഴുതുമ്പോൾ 25, 15, ദെൻ ഇത് എത്രയാണ് 21 and 18. അത് മാറുന്നത് എങ്ങോട്ടാണ്? 24. എക്സ് എന്ന് പറയുന്നത് 24 ആണല്ലോ. 24, ദെൻ പി എന്ന് പറയുന്നത് എന്താണ്? 16, ദെൻ അടുത്ത എന്താണ്? ഇ എന്ന് പറയുന്നത് എന്താ? 5, ദെൻ ജെ എന്ന് പറയുന്നത് എത്രയാണ്? 10. സോ ഇതിലോട്ടാണ് ചേഞ്ച് ചെയ്തേക്കുന്നത് അല്ലേ. സോ ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കിയപ്പോൾ ഈ 25ഉം 24ഉം തമ്മിലുള്ള വ്യത്യാസം കണ്ടുപിടിച്ചു. എന്ന് വെച്ചാൽ ഒന്ന് കുറയ്ക്കുകയാണെന്ന് പറഞ്ഞു, ഇത് ഒന്ന് കൂട്ടുവാണെന്ന് പറഞ്ഞു. പക്ഷേ ഈ 21ഉം 5ഉം തമ്മിൽ ഒരിക്കലും ഇതൊരു ഓപ്പോസിറ്റ് നമ്പേഴ്സ് അല്ല. ഇനി അതെന്ന് പറയുന്ന ഓപ്പോസിറ്റ് ആയിട്ട് വരുന്നതല്ല. 26 ആയിട്ട് ഇവിടെ 18, 28 വരും. അതൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇനി ഞാൻ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഈ UR ആണ് എനിക്ക് വേണ്ടത് അല്ലേ. അപ്പോൾ UR കിട്ടാൻ വേണ്ടിയിട്ട് യു എന്ന് പറഞ്ഞ 21ൻ്റെ ഒരു നമ്പർ കൂടെ ആഡ് ചെയ്യുമ്പോൾ എന്താ 22 വി കിട്ടും അല്ലേ. നോക്കി, 21ൻ്റെ കൂടെ ഞാൻ എന്ത് ചെയ്തു? 1 ആഡ് ചെയ്തു. അപ്പോൾ എത്ര വരുന്നേ? വി അല്ലേ വരുന്നേ. ഇനി നോക്കി, ഈ വിയുടെ ഓപ്പോസിറ്റ് അല്ലേ ഈ 5 എന്ന് പറയുന്നത്. എന്നുവെച്ചാൽ യുവിൻ്റെ കൂടെ എന്ത് ചെയ്തു? ഒരു 1 ആഡ് ചെയ്തു. അപ്പോൾ എനിക്ക് എത്ര വന്നു? 22 വന്നു. അതിൻ്റെ കൂടെ അതിൻ്റെ ഓപ്പോസിറ്റാണ് ഏത് വരുന്നത്? ഈ 5 എന്ന് പറയുന്ന സാധനം. അപ്പം ഞാൻ ഇവിടെ അങ്ങനെ ചെയ്ത് നോക്കാം. ഇവിടെ എന്ന് പറഞ്ഞാൽ എന്താ? -1 ചെയ്തല്ലേ. നോക്കി, 27ൻ്റെ ഓപ്പോസിറ്റാണ് എന്ത്? 10. സോ 17ൻ്റെ ഓപ്പോസിറ്റാണ് 10. സോ ഇവിടെ ഞാൻ -1 ചെയ്തു. +1 ചെയ്താൽ കിട്ടത്തില്ല. അപ്പം -1 ചെയ്തു. -1 ചെയ്തുമ്പോൾ എന്താ വരുന്നത്? 16. 17ാമത്തെ നമ്പർ ദാറ്റ് ഈസ് Q ആണ് വരുന്നത് അല്ലേ. ക്യൂവിൻ്റെ ഓപ്പോസിറ്റ് അല്ലേ ഇത് വരുന്നത്? രണ്ടും ഓപ്പോസിറ്റ്. ഓക്കെ, ആദ്യമേ എന്ത് ചെയ്തു? ആദ്യത്തെ 2 നമ്പേഴ്സും എല്ലാത്തിൻ്റെ കൂടെയും ഒരു -1ഉം അടുത്ത ഒരു +1ഉം ആഡ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് എന്താ? ഇതിൻ്റെ കൂടെ യുവിൻ്റെ കൂടെ ഒരു +1 ആഡ് ചെയ്തു വി, ആറിൻ്റെ കൂടെ ഒരു -1 ആഡ് ചെയ്തു ക്യൂ. അപ്പോൾ എന്താണ്? അതിൻ്റെ ഓപ്പോസിറ്റ് എടുത്തു. അപ്പോൾ XPEJ എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ ബാങ്ക് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണെന്ന് ഈ ഒരു സീരീസ് ഇങ്ങനെയാണ് കിട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ ബാങ്ക് BANK ബാങ്ക് അല്ലേ. സോ ബാങ്ക് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? ഇവിടുന്ന് -1 അല്ലേ. -1 അല്ലേ. നോക്കി, -1 ആഡ് ചെയ്യുമ്പോൾ ഇവിടെ എത്ര വരുന്നത്? എ വരും. ഇവിടെ +1 ആഡ് ചെയ്യുമ്പോൾ എനിക്ക് എന്താ വരുന്നത്? ബി വരും. AB വരുന്ന ഒരേ ഒരു ഇതേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ കിട്ടും. അല്ല എങ്കിൽ നമുക്ക് മറ്റേതും കൂടെ ഒന്ന് ചെയ്ത് നോക്കുന്നതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ആ ഒരു ഇതും കൂടെ കിട്ടാൻ വേണ്ടിയിട്ടാണ്, ആ ഒരു ടെക്നിക്കും കൂടെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ഫസ്റ്റ് 2 ചെയ്താൽ മതി, കിട്ടും. ബട്ട് എന്നാലും നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഇനി എന്താണ്? എന്നിൻ്റെ എന്താണ്? 1 ആഡ് ചെയ്തിട്ടുള്ള ഓപ്പോസിറ്റ്. എന്നെ ആഡ് ചെയ്യുമ്പോൾ എത്ര? 15 അല്ലേ. ഓയാ കിട്ടുന്നത് അല്ലേ. ഓ കിട്ടും. N+1 ഓയാണ് കിട്ടുന്നത്. ഓ എന്ന് പറഞ്ഞാൽ 15ആണ്. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് എത്ര? 12 which is equal to L. അടുത്ത K ആണെങ്കിലോ ഒന്ന് മൈനസ് ചെയ്യണം. മൈനസ് ചെയ്യുമ്പോൾ എനിക്ക് 10 കിട്ടുന്നത് which is J. ജെയുടെ ഓപ്പോസിറ്റ് എന്താണ്? ദാറ്റ് ഈസ് 17. 17 എന്താണ്? Q. അപ്പം ABLQ എന്നാണ് ആ പാറ്റേൺ എന്ന് പറയുന്നത്. ABLQ. നമുക്ക് അല്ലാതെ തന്നെ AB കിട്ടി, അപ്പം തന്നെ കിട്ടും. പക്ഷേ എന്നാലും നിങ്ങൾക്ക് ചെയ്യാൻ ഇതിൻ്റെ ഫുൾ ലോജിക്ക് ഞാനൊന്ന് പറഞ്ഞു തന്നതാണ്. സോ കറക്റ്റ് ആൻസർ എത്രയാണ്? ഓപ്ഷൻ 3 ABLQ ആണ്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ പോകാം. നെക്സ്റ്റ് എന്താണ്? ഇതൊരു കോഡഡ് എന്താണ്? ബ്ലഡ് റിലേഷൻ ആണ്. ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കാം.
സോ നോക്കി ഇവിടെ എന്താ ഇൻറ്റു എന്ന് പറഞ്ഞാൽ എന്താ വൈഫ് വരും അല്ലേ. അപ്പോൾ ഇൻറ്റു എന്ന് പറയുന്നത് എന്താണ് വൈഫാണ്. അടുത്ത എന്താണ് പ്ലസ് എന്ന് പറഞ്ഞാൽ എന്താ ഫാദർ. ദെൻ ഡിവൈഡഡ് ബൈ എന്ന് പറയുന്നത് എന്താണ് ഡോട്ടർ. ആൻഡ് എന്താണ് മൈനസ് എന്ന് പറഞ്ഞാൽ സൺ. ഇത്രയാണ് വരുന്നത്. ഇൻറ്റു എന്ന് പറഞ്ഞാൽ വൈഫ്, പ്ലസ് എന്ന് പറഞ്ഞാൽ ഫാദർ, ഡിവൈഡ് ബൈ ഡോട്ടർ ആൻഡ് മൈനസ് സൺ എന്നാണ്. അപ്പം ആദ്യത്തെ നോക്കാം ഇ ഡിവൈഡഡ് ബൈ എഫ്. അപ്പോൾ ഇ ഡിവൈഡ് എന്ന് വെച്ചാൽ ഈസ് ദ ഡോട്ടർ ഓഫ് എഫ്. ദെൻ അത് കഴിഞ്ഞിട്ട് എന്താണ് എഫ് പ്ലസ് ജി. എഫ് പ്ലസ് ജി എന്ന് വെച്ചാൽ എഫ് ഇസ് ദ ഫാദർ ഓഫ് ജി അല്ലേ. അത് കഴിഞ്ഞിട്ട് എന്താ ജി മൈനസ് ജി ഇസ് ദ സൺ ഓഫ് എന്താണ് എച്ച് എന്നാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ ഇവർ രണ്ടുപേരും എന്താണ് മാരിഡ് കപ്പിൾസ് ആയിരിക്കും. നെഗറ്റീവ്. ദെൻ അത് കഴിഞ്ഞ് എന്താ ഡിവൈഡ് ബൈ എച്ച്. ഡിവൈഡ് ബൈ എന്ന് പറഞ്ഞാൽ എച്ച് ഇസ് ദ ഡോട്ടർ ഓഫ് ആരാണ് ഐ അല്ലേ. സോ കറക്റ്റായിട്ട് എന്താണ് വരുന്നത് ആ പാറ്റേൺ നോക്കി ഐ എച്ച് എഫ് ഇ ആൻഡ് ജി. ഇനി എന്താ ചോദിച്ചേക്കുന്നത് എങ്ങനെയാണ് ഹൗ ഈസ് ഇ റിലേറ്റഡ് ടു ഐ. ഇ എങ്ങനെയാണ് ഐയുമായിട്ട് റിലേറ്റ് ചെയ്തത് നോക്കി. ഇതാ മൂന്നാമത്തെ ജനറേഷൻ വരുന്നു, ഐ മണ്ടയിൽ വരുന്നു. അപ്പം ഈ ആരാണ് ഇസ് ദ ഗ്രാൻഡ് ഡോട്ടർ അല്ലേ. ഗ്രാൻഡ് ഡോട്ടർ ആണ് ഈ എന്ന് പറയുന്നത് ആരാണ് ഗ്രാൻഡ് ഡോട്ടർ ഓഫ് ഐ ആണ്. ഓക്കെ നമുക്ക് കിട്ടിയെന്ന് വിചാരിക്കും. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണ് മാൻസി എന്ന് പറഞ്ഞാൽ 29 ഫ്രം ദ ലെഫ്റ്റ് ആൻഡ് 33 ഫ്രം ദ റൈറ്റ്. ഹൗ മെനി സ്റ്റുഡൻസ് ആർ ദെയർ ഇൻ ദ റോ. ആ റോയിൽ എത്ര പേരുണ്ടെന്നാണ്. ജസ്റ്റ് ഒന്ന് ചെയ്തു നോക്കുക. ഒരു 30 സെക്കൻഡ് ടൈം തരാം. ഓക്കെ മാൻസി എന്ന് പറയുന്നത് എന്താണ് 29 ഫ്രം ദ ലെഫ്റ്റ് ആൻഡ് 33 ഫ്രം ദ റൈറ്റ്. എന്ന് വെച്ചാൽ ഒരാളെ കുറിച്ച് തന്നെയാണ് പറയുന്നത്. 29 ലെഫ്റ്റിൽ നിന്നും ഇയാൾ 29 റൈറ്റിൽ നിന്ന് 33 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. റൈറ്റിൽ നിന്ന് 33 ലെഫ്റ്റിൽ നിന്ന് ഒരു 29. അപ്പോൾ എനിക്ക് പെട്ടെന്ന് മാൻവിയുടെ ഇത് കണ്ടുപിടിക്കാനായിട്ട് ഞാൻ ഒന്നും ചെയ്യണ്ട. ഞാൻ എന്ത് ചെയ്യണം 29 പ്ലസ് 33 മൈനസ് 1 ചെയ്താൽ മാത്രം മതി. ഇതാണ് 20 അവിടെ ഹൗ മെനി സ്റ്റുഡൻസ് ആർ ദെയർ എത്ര പേര് അവിടെ ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അവിടെ എത്ര പേരുണ്ടെന്ന് അറിയാം. കാരണം എന്താ 29 ആഡ് ചെയ്യുമ്പോൾ അതാ ഇവിടുന്ന് ഇവിടം വരെയുള്ള സ്റ്റുഡൻസ് വന്നു. 33 ആഡ് ചെയ്യുമ്പോഴോ ഇവിടുന്ന് ഇവിടം വരെയുള്ള സ്റ്റുഡൻസ് വന്നു. ഇവിടെ എന്തായി 2 വട്ടം ആരെ കൗണ്ട് ചെയ്തു മാൻസിയെ കൗണ്ട് ചെയ്തു. അപ്പോൾ എന്ത് ചെയ്യണം അതിൽ നിന്നൊന്ന് കുറയ്ക്കണം. മാൻസിയുടെ ഒരെണ്ണം കുറയ്ക്കണം. അതുകൊണ്ടാണ് രണ്ടെണ്ണം കൂടെ ആഡ് ചെയ്യുക -1. അപ്പോൾ എത്ര കിട്ടുന്നത് നമുക്ക് 61. സോ കറക്റ്റ് ആൻസർ എത്രയാണ് ഓപ്ഷൻ ബി 61 ആണ് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. നമുക്ക് ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്തെന്ന് പറയുന്നത് വെറാൻഡ റേസിൻ്റെ ഒരു 6 ലെവൽ പ്രാക്ടീസ് മെത്തേഡ് ഉണ്ട്. ഈ ഒരു 6 ലെവൽ പ്രാക്ടീസ് മെത്തേഡിൽ ആദ്യമേ ഒരു ക്ലാസ്, ദെൻ ഒരു സർക്കിൾ സെഷൻ, ഒരു എക്സ്ട്രീം സർക്കിൾ, ഒരു സൂപ്പർ ബാച്ച്, ഒരു റിപ്പ് സെഷൻ, ദെൻ ഒരു മോക്ക് ഇൻ്റർവ്യൂ. ഈ ഒരു 6 ലെവൽസിലൂടെയാണ് ഓരോ ഇൻഡിവിജ്വൽ സ്റ്റുഡൻസും കടന്നു പോകുന്നത്. നമുക്കൊരു ബേസിക് ക്ലാസ് ഫാക്കൽറ്റീസ് വെച്ച് നടക്കുന്നതാണ്. അത് കഴിഞ്ഞൊരു മെൻ്റൽ സപ്പോർട്ടോട് കൂടി ഒരു സർക്കിൾ സെഷൻ ഉണ്ട്. അത് കഴിഞ്ഞ് എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് നമുക്കൊരു എക്സ്ട്രീം സർക്കിളും ഒരു സൂപ്പർ ബാച്ചും ഉണ്ട്. ദെൻ ഒരു റിപ്പ് സെഷൻ, അത് കഴിഞ്ഞിട്ടൊരു മോക്ക് ഇൻ്റർവ്യൂ ബേസ്ഡ് ആയിട്ടുള്ള എക്സാംസിനാണെങ്കിൽ നമ്മളൊരു മോക്ക് ഇൻ്റർവ്യൂ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ നമുക്ക് നെക്സ്റ്റ് ഇവിടെ വരാൻഡ റൈസിൽ അഡ്മിഷൻ ഡീറ്റെയിൽസ് ആണ്. ഇവിടെ ഓൺലൈനും ഓഫ്ലൈൻ ബാച്ചസും അവൈലബിൾ ആണ്. അപ്പോൾ ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ബാച്ചസിൻ്റെ ഇതിന് വേണ്ടിയിട്ട് എൻക്വയറീസിന് വേണ്ടിയിട്ട് ഈ 2 നമ്പേഴ്സിലേക്ക് എന്ത് ചെയ്താൽ മതി കോൺടാക്ട് ചെയ്താൽ മതി. സോ നമുക്ക് നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇതെന്താ അറേഞ്ച്മെൻ്റ് ആണ്, വളരെ എളുപ്പമാണ്. ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കൂ. സോ ഇവിടെ എന്താണ് അറേഞ്ച്മെൻ്റ് ആണ് പറഞ്ഞേക്കുന്നത്. സോ ഇവിടെ എങ്ങനെയാണ് ആദ്യത്തെ നമ്പർ ഏതാണെന്ന് നോക്കാം അല്ലേ. നമുക്ക് ഫസ്റ്റ് ഇത് ഏതാണെന്ന് നോക്കാം. പെൻഡൻ്റ് ഉണ്ട്, ദെൻ എൻ ആണ് വരുന്നത്, 4 ആണ് ഫസ്റ്റ് വരുന്നത്. അപ്പോൾ ബാക്കി 2 എന്തായി ഡിലീറ്റ് ആയി. അപ്പോൾ രണ്ടാമത്തെയും കൂടെ നോക്കിയാൽ മതി. എൻ കഴിഞ്ഞിട്ട് എന്താ വരുന്നുള്ളൂ 5 അല്ലേ. അപ്പോൾ 4 5 ആണോ അല്ല 3. തേർഡ് നോക്കി PE
ആർ. അപ്പോൾ PER എന്ന് പറഞ്ഞ വരുന്ന ഏതാണ്? തേർഡ് നമ്പർ. അപ്പോൾ 4 3. അപ്പോൾ ബാക്കി എല്ലാ ഓപ്ഷനും എലിമിനേറ്റ് ആയി. ഫുള്ള് ചെയ്ത് നോക്കേണ്ട ആവശ്യമില്ലായിരുന്നു. ഇതിൽ എലിമിനേറ്റ് ആകാത്ത ഏത് ഓപ്ഷൻ മാത്രമേ ഉള്ളൂ? സെക്കൻഡ് ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. സോ സെക്കൻഡ് ഓപ്ഷനാണ് കറക്റ്റ്. 4 3 5 1 2 എന്നാണ് ഇവിടെ കറക്റ്റ് ചെയ്തേക്കുന്നത് അല്ലേ? സോ 4 3 5 1 2 എന്നാണ് എന്ത് ചെയ്തേക്കുന്നത്? ഇവിടെ വന്നേക്കുന്നത്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ എന്താ? ഇവിടെ 4 നമ്പേഴ്സ് എന്ന് പറയുന്നത്, സോറി, ഈ 4 എണ്ണം ഒരേപോലെ, ഇതിൽ 3 എണ്ണം എലൈക്കാണ്, ഒരെണ്ണം ഡിഫറെൻ്റ് ആണ്, കോഡഡിൽ വരുന്നതാണ്. ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കൂ. സോ ഇവിടെ നോക്കുമ്പോൾ എന്താണ്? BQJM, ATGN, ദെൻ GSHH ആൻഡ് DEWK എന്നാണ് അല്ലേ? സോ നമ്മൾ ഇന്ന് ചെസ്റ്റ് ചെയ്ത് നോക്കാം. ഞാൻ ഇവിടുത്തെ നമ്പേഴ്സ് ഒന്ന് എഴുതുകയാണ്. 2 17 10 ആൻഡ് 13. അടുത്ത എന്താണ്? 1 20 7 14. അടുത്ത എത്ര? 7 19 8 8 ആൻഡ് നെക്സ്റ്റ് ഈസ് 4 5 23 ആൻഡ് ദിസ് ഇസ് എത്രയാണ്? 11 അല്ലേ? സോ ഇവിടെ നോക്കുമ്പോൾ ബാക്കിയെല്ലാം നോക്കി 17ഉം 10ഉം അല്ലേ? 17ഉം 10ഉം 27 19 8 ഇതെല്ലാം എന്താണ്? ഇതെല്ലാം അതിൻ്റെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഓപ്പോസിറ്റ് നമ്പേഴ്സ് ആണ് അല്ലേ? സോ ഇത്രയും എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് ആണ്. ആകെ ഓപ്പോസിറ്റ് വരാത്ത ഏതേ ഉള്ളൂ? ഓപ്ഷൻ 4ൽ വരുന്നത് മാത്രമേ എന്താവുന്നുള്ളൂ? നടുക്കത്തെ 2 നമ്പേഴ്സ് ഓപ്പോസിറ്റ് വരുന്നില്ല. സോ അത് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ കിട്ടും. സോ നടുക്കത്തെ 2 നമ്പേഴ്സ് ഓപ്പോസിറ്റ് വരാത്തതുകൊണ്ട് ഏതാണ് ഇവിടെ ഓഡ് വൺ ഔട്ട്? ഇറ്റ്സ് 4. നാലാമത്തെയാണ് ഓഡ് വൺ ഔട്ട് എന്ന് പറയുന്നത്. സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നാലാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ഒരു സെർട്ടൈൻ കോഡ് ലാംഗ്വേജിൽ ലൈറ്റ് ഹൗസ് എന്ന് പറഞ്ഞ് റിട്ടേൺ ചെയ്തേക്കുന്നത് സു ചി പിൻ ആണ്. ഹൗസ് ഇസ് ബിഗ് എന്ന് പറഞ്ഞ് റിട്ടേൺ ചെയ്തേക്കുന്നത് മോ ടിം സു. ആൻഡ് ബിഗ് ഗാർഡൻ എന്ന് പറഞ്ഞേക്കുന്നത് എന്താണ്? റിച്ച് ടിം പിൻ. എന്നാൽ ലൈറ്റ് എന്ന് പറയുന്നത് ഏതിലാണെന്നാണ് ചോദിച്ചേക്കുന്നത്. നിങ്ങൾക്കൊരു 30 സെക്കൻഡ് ടൈം തന്നെ ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കാം. നോക്കി, ലൈറ്റ് എന്ന് പറഞ്ഞ് ഇതാക്കിയത് എന്താ? ദ ലൈറ്റ് ഹൗസ് അല്ലേ? സു ചി പിൻ. അത് കഴിഞ്ഞ് എന്താ? ഹൗസ് ഇവിടെയും വരുന്നുണ്ട്, ഇവിടെയും വരുന്നുണ്ട്. സോ അതേപോലെ ലൈറ്റ്. ഓക്കെ, അപ്പോൾ ഹൗസ് വരുന്ന രണ്ടിടത്തും ഹൗസ് വരുന്നുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക? ബാക്കിയുള്ളത് കട്ട് ചെയ്ത് കളയാം. അപ്പോൾ എന്താണ്? സു രണ്ടിടത്തും വരുന്നുണ്ട്. അത് കഴിഞ്ഞ് എന്താണ്? ഈസ് വരുന്ന എവിടെയാണ്? ദ ബിഗ് ദ ഗാർഡൻ ബിഗ് ഈസ് റിട്ടേൺ ആസ് റിച്ച് ടിം പിൻ. ദയും വരുന്നുണ്ട് അല്ലേ? അപ്പം ഇവിടെയും വരുന്നുണ്ട്, ഇവിടെയും വരുന്നുണ്ട്. അപ്പം രണ്ടും ഈക്വൽ ആയിട്ടുള്ള എന്താണ്? പിന്നാണ് അല്ലേ? സോ പിന്നും കട്ട് ചെയ്ത് കളഞ്ഞു. അപ്പം ബാക്കി ലൈറ്റിൻ്റെ മാത്രം വരുന്ന ഏതാണ്? CHI. കറക്റ്റ് ആൻസർ എന്താണ്? ചി എന്നാണ്, CHI എന്നാണ് വരുന്നത് അല്ലേ? സോ നമുക്ക് നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. വളരെ എളുപ്പമുള്ളൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഫോഴ്സ് എന്ന് പറയുന്നത് 47 എന്നും ഗ്രീൻ എന്ന് പറയുന്നത് 49 എന്നുമാണ് അല്ലേ? അപ്പോൾ ഫ്ലേവർ എന്ന് പറഞ്ഞ് വെച്ചേക്കുന്നത് എന്താണെന്നാണ്. ഇത് നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ജസ്റ്റ് ഒന്ന് ചെയ്യാൻ ശ്രമിക്കുക. 30 സെക്കൻഡ് നമ്മൾ ടൈം തരാം, ചെയ്യാൻ നോക്കുക. സോ നോക്കി, ഫോഴ്സ് എന്ന് പറഞ്ഞ് കോഡ് ചെയ്തേക്കുന്നത് എന്താണ്? 47 എന്നാണ്. ഗ്രീൻ എന്ന് പറഞ്ഞാൽ 49. സോ സാധാ രീതിയിൽ വന്നേക്കാണ്, വലിയ കൂടുതലൊന്നുമില്ല. സോ എന്ത് ചെയ്യുക? എല്ലാത്തിൻ്റെയും പൊസിഷണൽ വാല്യൂസ് എടുത്തൊന്ന് ആഡ് ചെയ്ത് നോക്കുക. നമ്മൾ ആഡ് ചെയ്യുമ്പോൾ എന്താണ്? ഫോഴ്സ് അല്ലേ? FORC. ഫോഴ്സ് വരുമ്പോൾ ഇത് എത്രയാണ്? 6, ദിസ് ഇസ് 15 18 3 ആൻഡ് ദിസ് ഇസ് എത്രയാണ്? 5.
എല്ലാം കൂടെ ചെയ്യുമ്പോൾ എനിക്ക് എത്ര വരുന്നത് 47. കറക്റ്റ്. എല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ പൊസിഷൻ വാല്യൂസ് എല്ലാം കൂടെ ആഡ് ചെയ്തപ്പോൾ 47 ആണ് വന്നത്. അപ്പോൾ ഫ്ലേവർ എങ്ങനെ ആയിരിക്കും? FLAVOQR. FLAVOUR. 6, 12, 1, 22, 15, 21 and 18. എല്ലാം കൂടെ ആഡ് ചെയ്യുക. ലാസ്റ്റ് ഡേറ്റ് മാത്രം ആഡ് ചെയ്താൽ മതി. അപ്പോൾ എത്ര വരുന്നത്? 95. സോ കറക്റ്റ് ആൻസർ എത്രയാണ്? 95 എന്നാണ് വരുന്നത്. സോ 95 വരുന്നത് ഓപ്ഷൻ 3 95 ആണ് എന്ത് കറക്റ്റ് ആൻസർ വന്നിരിക്കുന്നത്. സോ ഈ ഒരു 7 ക്വസ്റ്റ്യൻസിലൂടെ നമ്മൾ ഈ ഒരു 30 സെക്കൻഡ് അടങ്ങിയിട്ടുള്ള ഒരു ഇത് പോവുകയാണ്. നമ്മൾ സ്പീഡ് മോക്ക് എപ്പോഴും അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക. കാരണം നിങ്ങൾക്ക് 30 സെക്കൻഡിനുള്ളിൽ ചെയ്യാൻ പറ്റുന്നോ ഇല്ലയോ എന്ന് അറിയാൻ പറ്റും. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഓരോ ക്വസ്റ്റ്യനിലും എന്തെങ്കിലും കണ്ടൻറ്റ് കിട്ടുന്നതാണ്. നിങ്ങൾക്ക് ചെയ്യുന്നതിന് എളുപ്പമുള്ള മെത്തേഡ്സ് കിട്ടുന്നതാണ്. സോ അത് വെച്ചിട്ടാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ചെയ്തു പോകാൻ പറ്റും. സോ ഈ 7 ക്വസ്റ്റ്യനിലൂടെ നമ്മൾ ഈ ഒരു സീരീസ് വൈൻഡപ്പ് ചെയ്യുകയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. താങ്ക് യു വെരി മച്ച്.